നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ 136 ജന്മദിനം ആഘോഷിച്ച 2025 നവംബർ 14 ഹിന്ദി ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിച്ച ഫലം പുറത്തു വന്നത്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെയുള്ള തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനോ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണിശത പാലിക്കാനോ ശ്രമിച്ചില്ല. വലിയേട്ടൻ മനോഭാവം ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളുമായി ധാരണയുണ്ടാക്കുന്നതിനും തടസ്സമായി. ബീഹാറിലും ഇത് പ്രകടമായി. മഹാസഖ്യത്തിൻ്റെ പ്രചരണം എന്നത് എല്ലാ മണ്ഡലത്തിലും ഓടി നടന്ന് പ്രസംഗിച്ച തേജസ്വി യാദവിൻ്റെ വൺമാൻ ഷോ ആയി മാറിയപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിനായില്ല. വോട്ടർ അധികാർ യാത്ര നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി ബീഹാറിലെത്തിയത് മാസങ്ങൾക്ക് ശേഷം പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. സ്വന്തം ദൗർബല്യവും തിരിച്ചറിയാതെ 61 സീറ്റ് പിടിച്ചു വാങ്ങുകയും CPIയുടെ ഉറച്ചു മണ്ഡലമായ ബെച്ചുവാഡ അടക്കം 4ഇടത്ത് മുന്നണി മര്യാദ പാലിക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്ത കോൺഗ്രസിന് ഈ പതനത്തിൽ സുപ്രധാനമായ പങ്കുണ്ട്. അടിമുടി ജനാധിപത്യം എന്ന് പറയുന്ന പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് തലയെടുപ്പുള്ള പല നേതാക്കളും എങ്ങനെ അകന്നു പോയി എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. വിമർശനമാണ് എൻ്റെ ജീവവായു എന്ന് ആവർത്തിച്ച് പറഞ്ഞ പണ്ഡിറ്റ് നെഹ്റു പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ക്രിയാത്മകവും നിശ്ചിതവുമായ വിമർശനങ്ങളെ അതേ രീതിയിൽ കേൾക്കാനും ആവശ്യമുള്ളത് സ്വീകരിക്കാനും പാർട്ടി മനസ്സ് കാണിക്കണം. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെയും ആശയതലത്തിലൂന്നി BJP RSS രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് വ്യക്തമായ ആശയതലം രൂപപ്പെടുത്താൻ ഈ വർഷം ഏപ്രിലിൽ അഹമ്മദാബാദിൽ 3000 പേർ പങ്കെടുത്ത വിപുലമായ യോഗം ചേർന്നെങ്കിലും അതിലെ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. നെഹ്റുവിൻ്റെ ജനാധിപത്യ മതേതര വീക്ഷണം ശക്തിപ്പെടുത്തി പഴയ പ്രതാപത്തിലേക്ക് മടങ്ങണമെങ്കിൽ കോൺഗ്രസ് തിരുത്തലിന് തയ്യാറാവണം. വീണ്ടും സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ്. അടുത്ത മാസം 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പ്, 13 വോട്ടെണ്ണലുമാണ്. പുതിയ ഭരണസമിതികൾ 20 നിലയിൽ വരും. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളായി സംസ്ഥാനത്താകെ 23,612 ജനപ്രതിനിധികളാണ് ചുമതലയേൽക്കുക. വാർഡ് വിഭജനത്തെ തുടർന്ന് 2020 1712 ജനപ്രതിനിധികളെ കൂടുതൽ തിരഞ്ഞെടുക്കണം. നാട്ടിലാകെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വർദ്ധിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നാട്ടിലാകെ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ജനങ്ങൾ വിലയിരുത്തും. ഫണ്ട് വിനിയോഗത്തിലും തദ്ദേശീയ സമിതികൾ ഭൂരിപക്ഷവും കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തുന്നത്. അതിൽ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതികളാണ് മുന്നിൽ നിൽക്കുന്നത്. വ്യവസായ സംരംഭം തുടങ്ങുന്നതിന്, വിജ്ഞാനാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന്, അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ഉറപ്പാക്കാന്, കിടപ്പാടം ഇല്ലാത്തവർക്ക് വീട് ഉറപ്പാക്കാന്, അതിദാരിദ്ര്യം ഇല്ലാതാക്കാന് എന്നിങ്ങനെ എല്ലാ ജനകീയ ഇടപെടലുകളും ഏറെ പ്രശംസനീയമായ വിധത്തിൽ നടപ്പാക്കാനും LDF സർക്കാരിന് സാധിച്ചു. സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച നടപടികളാണ് സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയതെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇടതുപക്ഷം ജനങ്ങളെ സമീപിക്കുന്നത്. പുതിയ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള LDF സർക്കാരിൻ്റെ നയങ്ങൾക്കുള്ള പിന്തുണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ജനയുഗം പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.